രഞ്ജുവിനെ വിളിക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ആക്ച്വലി ഓർമ്മ വരുന്നത് ഞാൻ കരയിച്ച ഒരു രഞ്ജു ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞാലും കരയാത്തൊരു രഞ്ജു എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഓരോരുത്തരെയും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. നിങ്ങളോട് നമ്മൾ സംസാരിച്ചതും നമ്മൾ ഏത് വിധത്തിലാണ് പെരുമാറുന്നതും, നിങ്ങൾ ആദ്യം വന്നതും രണ്ടാമത് വരുന്നതും, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളതെല്ലാം അറിയുന്നുണ്ട്. നമ്മളുടെ മനസ്സിൽ അത് ഓർമ്മയും ഉണ്ട് കേട്ടോ. അപ്പൊ രഞ്ജു അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ ചെന്ന് വഴക്ക് പറഞ്ഞു, രഞ്ജു കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് രഞ്ജു എൻ്റെ അടുത്ത് ഒരു തവണ വന്നായിരുന്നു ഇല്ലേ? അതേ ദിവസം താഴെ വന്നിട്ട് രഞ്ജു അന്ന് എന്നോട് സംസാരിച്ച സമയത്ത് ഞാൻ രഞ്ജുവിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. വഴക്ക് പറയുമ്പോഴും ഇത് ചെയ്യുമ്പോഴും അതൊരിക്കലും നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, പഠിക്കാത്തത് കൊണ്ടും നമ്മളുടെ മുന്നിൽ ഒരു ലക്ഷ്യം, അതിന് നമ്മൾ നല്ലൊരു എമൗണ്ട് മുടക്കുന്നുണ്ട്. അപ്പോൾ ആ എമൗണ്ടിന് വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ എന്താണ്, നമ്മുടെ റൈറ്റ് ആണ്. അത് നേടിയെടുക്കുക അല്ലെങ്കിൽ ചോദിച്ചു മേടിക്കുക എന്നുള്ളത്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? നമുക്ക് കിട്ടാത്തതിനെ നമ്മൾ ചോദിച്ചു മേടിക്കണം. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ. സോ ഡോക്ടർ ജർമ്മനിൽ A1 മുതൽ ഇപ്പൊ A2 കംപ്ലീറ്റ് ചെയ്ത് എ പ്രൗഡ് മൊമെന്റ് ഇറ്റ് ഈസ്. ഓക്കെ. അപ്പൊ ആ ഒരു സമയത്ത് ഹൗ യു ഫീൽ ആക്ച്വലി? ഞാൻ ആദ്യമായി വരുന്നത് പ്രിയ മിസ്സിനെ പരിചയപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർ ജർമ്മൻ തിരഞ്ഞെടുക്കാൻ കാരണം മിസ്സിന്റെ ഇടപെടൽ മൂലമാണ് ഞാനിവിടെ വരാൻ കാരണം. ഞാൻ ഇതിന് മുമ്പ് 1 വർഷം മുമ്പേ മുതൽ ഡോക്ടർ ജർമ്മൻ തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. പിന്നെ ഞാൻ രണ്ടാമത് എറണാകുളം ഈ കരൂരുള്ളൊരു ഇതായിട്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പൊ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോയി വരാനുള്ള ബുദ്ധിമുട്ടും കാരണങ്ങൾ കൊണ്ട് പിന്നെ അത് തിരഞ്ഞെടുത്തില്ല. രണ്ടാമത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നീ ഡോക്ടർ ജർമ്മനി പോ, ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക്, നീ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രിയ മിസ്സിനെ രണ്ടാമത് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ പ്രിയ മിസ് പറഞ്ഞു നേരിട്ട് വാ, എല്ലാ സംശയവും തീർത്ത് തരാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ വരുവാണ് ചെയ്തത്. ഹസ്ബൻഡിന് അന്ന് വരാൻ പറ്റിയില്ല. ഞാനിവിടെ വന്നു, പ്രിയ മിസ്സിനെ കണ്ടു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് പഠിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ പ്രിയ മിസ് എല്ലാം പറഞ്ഞു തന്നിട്ട് ലാസ്റ്റ് എന്നോട് പറഞ്ഞു, രഞ്ജു ഇനി നമുക്ക് സമയമില്ല, നല്ല പോലെ പഠിക്കണം, ഇനി നമുക്ക് പുറകോട്ട് പോകാനോ അല്ലെങ്കിൽ വീട്ടിൽ പോയി ഇനി ആലോചിക്കാനോ സമയമില്ല, അത് കാരണം നല്ലപോലെ പഠിച്ച് പാസ്സാവാൻ നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മിസ്സിനോട് ഞാനൊരു വാക്ക് കൊടുത്തായിരുന്നു, എനിക്ക് പാസ്സായി പോകണം മിസ്സേ. 8 മാസത്തേക്ക് 9 മാസത്തെയാണ് മിസ് എന്നോട് പറഞ്ഞത് പോകണം എന്ന് പറഞ്ഞു. ഞാൻ അതിന് വാക്കും കൊടുത്തതാണ് പ്രിയ മിസ്. അത് എപ്പോൾ കണ്ടാലും പ്രിയ മിസ് എന്നോട് ചോദിക്കും, രഞ്ജു എങ്ങനെയാ പഠിക്കുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനത് പഠിക്കാറുണ്ട്. പിന്നെ എനിക്ക് A1 വന്നപ്പോൾ എല്ലാ കുട്ടികളാണ് +2 കഴിഞ്ഞ കുട്ടികളായിരുന്നു. എനിക്ക് ആകെപ്പാടെ ഒരു പേടിയായിരുന്നു. പിന്നെ ബാക്കി അമ്മമാരെ കൂടെയുള്ള കുട്ടികളെല്ലാം നല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പരിചയപ്പെട്ടത് ലിക്സ അതുപോലെ തന്നെ നിരഞ്ജനയൊക്കെ ആയിട്ടായിരുന്നു. അവരും നല്ല സപ്പോർട്ടുണ്ട് പഠനത്തിനായാലും. എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരാനുള്ള ആ ഒരു ഇത് കാണിക്കുന്നത് ലിക്സ എനിക്ക് എപ്പോഴും ഒരു ഇതുണ്ട്. ഞാൻ വീട്ടിൽ ചെന്ന് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ലിക്സനെ വിളിക്കും, ചോദിക്കും. അതുപോലെ തന്നെ എല്ലാ മിസ്സുമാരും ഞങ്ങൾക്ക് വേണ്ടി ആദ്യമേ A1 മുതലേ ട്രൈ ചെയ്ത ഹർഷൽ സാറിന് വലിയൊരു നന്ദി. അതുപോലെ തന്നെ A2 ഞങ്ങൾക്ക് മെറീന മിസ്സിനെ കിട്ടി. പിന്നെ ഷെറി മിസ് എപ്പോൾ വന്നാലും ആ മുഖം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്, ഇന്ന് എന്തായിരിക്കുമോ പറയാൻ പോകുന്നതിന്. അമ്മമാരെന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അമ്മ വരുമ്പോൾ മിസ്സിന് ഭയങ്കര ഒരു വിഷമവും സങ്കടം, പക്ഷെ അത് കണ്ടു പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിസ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മിസ് അന്ന് ഞാൻ സ്ട്രൈബിന് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി. അതെനിക്ക് സങ്കടമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ കൂടെ ഞാൻ ഈ പ്രായത്തിൽ അത് നിന്ന് കേൾക്കേണ്ട വന്നല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം വന്നു. പിന്നെ ഞാൻ മിസ്സിനെ പോയി കണ്ടു. ഹർഷൻ സാർ എനിക്ക് കുറേ ഉപദേശങ്ങളൊക്കെ തന്നു. അങ്ങനെ ഞാൻ എന്നാണെങ്കിലും എനിക്ക് പഠിച്ച് കയറി പോകണമെന്നൊരാഗ്രഹമുണ്ട്. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ നല്ലപോലെ ട്രൈ ചെയ്യണം, നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അത് പ്രതീക്ഷിച്ച് എന്നാണെങ്കിലും ഡോക്ടർ ജർമ്മനിൽ നല്ല സ്റ്റാഫുകൾ നല്ല ഇതുമാണ്. കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാം ഇത് പഠിക്കാൻ ഞാൻ OET ആയിട്ടും അതുപോലെ തന്നെ IELTS ആയിട്ടും ഒക്കെ നമ്മൾ ഒത്തിരി ഇത് ചെയ്തതാണ്. പഠിക്കാൻ എളുപ്പം ജർമ്മൻ ഉണ്ട്. കാരണം വെച്ചാൽ മറ്റുള്ള ഇതുപോലെ അല്ലല്ലോ, ഇച്ചിരോട് പാടാണ്. നമുക്ക് ആ പുതിയൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ A2 വരെ എത്തിയപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്.
പാസ്സാവാം. ട്രാക്കിൽ കയറിയാൽ ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു.